കൊയ്ത്തും നെല്ല് സംഭരണവും കഴിഞ്ഞ് നെല്ലിന്റെ വില ലഭിക്കാൻ കാത്തിരിക്കുന്ന കർഷകർക്ക് താൽക്കാലിക ആശ്വാസമായിരുന്ന വൈക്കോലിന് ആവശ്യക്കാർ കുറയുന്നു. കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ നൂറുകണക്കിന് കെട്ട് വൈക്കോലാണ് ആവശ്യക്കാരെ കാത്ത് കെട്ടിക്കിടക്കുന്നത്. ജനുവരി ആദ്യ ആഴ്ചകളിൽ വൈക്കോലിന് ആവശ്യക്കാരും മികച്ച വിലയും ഉണ്ടായിരുന്നുവെങ്കിലും കൊയ്ത്ത് വ്യാപകമായതോടെ വില കുത്തനെ ഇടിഞ്ഞു. ആദ്യം കൊയ്ത പാടങ്ങളിലെ വൈക്കോൽ കെട്ടിന് 180 രൂപയ്ക്ക് വിറ്റഴിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിത് കെട്ടിന് 80 രൂപയായി കുറഞ്ഞു. അതിനും ആവശ്യക്കാർ കുറവ്. കന്നുകാലി വളർത്തലിൽ നിന്ന് ക്ഷീരകർഷകർ പിൻവാങ്ങിയതാണ് വൈക്കോലിൻ്റെ ഡിമാൻഡ് കുറയാൻ കാരണമായത്. പണ്ട് പ്രാദേശികമായി തന്നെ വൈക്കോലിന് ആവശ്യക്കാരുണ്ടായിരുന്നു. ചുരുങ്ങിയത് 6 മാസത്തെ തീറ്റയ്ക്കുള്ള വൈക്കോൽ ക്ഷീരകർഷകർ വാങ്ങി സൂക്ഷിക്കുമായിരുന്നു. വർദ്ധിച്ച ചെലവും രോഗബാധയും മൂലം കന്നുകാലി വളർത്തലിൽ നഷ്ടസാധ്യത ഏറിയതോടെ ഭൂരിപക്ഷം പേരും ഈ തൊഴിൽ ഉപേക്ഷിച്ചു. വലിയ ഫാമുകളിൽ വൻതോതിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിനാൽ അവിടെയും വൈക്കോലിൻ്റെ സാധ്യത അസ്തമിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാപാരികൾ വൈക്കോൽ വാങ്ങാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഇപ്പോൾ. 120 രൂപയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ വൈക്കോലിലും നഷ്ടം സംഭവിക്കുമെന്ന് കർഷകർ പറയുന്നു. യന്ത്രം ഉപയോഗിച്ച് ഒരു കെട്ട് വൈക്കോൽ കെട്ടാൻ 35 രൂപയാണ് ചെലവ്. കൂലിയും അധ്വാനവും വേറെയും. കൊയ്ത്തുകഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ വൈക്കോൽ വിറ്റ പണം കർഷകരുടെ കയ്യിലെത്തുമായിരുന്നു. കൊയ്ത്തുയന്ത്രത്തിൻ്റെ വാടക അടക്കമുള്ള ചെലവുകൾക്ക് ഈ പണം വലിയ ആശ്വാസമായിരുന്നു. എന്നാലിപ്പോൾ പാടത്ത് കെട്ടിക്കിടക്കുന്ന വൈക്കോൽ കെട്ടുകൾ കർഷകർക്ക് മറ്റൊരു ആശങ്കയായി മാറുകയാണ്. വൈക്കോൽ കെട്ടിന് തീകൊളുത്തി രസിക്കുന്ന സാമൂഹിക വിരുദ്ധരും ഭീഷണിയായി നിൽക്കുന്ന വേനൽമഴയും കർഷകരുടെ സ്വൈര്യം കെടുത്തുകയാണ്.